ഹലോ ഫ്രണ്ട്സ്, മഞ്ജുസ് ഫോട്ടോഗ്രാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇന്ന് നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. ഇതിനു വേണ്ട ചേരുവകൾ: മട്ടൻ, മസാലയ്ക്ക് വേണ്ടി മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കൂടാതെ ചുവന്നുള്ളി ചതച്ചത്, കറിവേപ്പില, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, സവാള, തക്കാളി, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ആദ്യമായി വേവിക്കാനുള്ള മട്ടൻ കുക്കറിലേക്ക് ഇടുക. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പാകത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ശേഷം 2-3 വിസിലിൽ മട്ടൻ വേവിച്ചെടുക്കാം. മട്ടൻ വേവിക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും. ഈ സമയം കൊണ്ട് മട്ടനിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ചുവന്നുള്ളി ചതച്ചത്, പച്ചമുളക് എന്നിവയിട്ട് നന്നായി മൂപ്പിക്കുക. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവാളയും തക്കാളിയും പെരിഞ്ചീരകവും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും മട്ടൻ വേവിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം വഴന്നു വന്നതിന് ശേഷം മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മസാലക്കൂട്ട് യോജിപ്പിച്ചെടുക്കാം. മസാലക്കൂട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ വേവിച്ചെടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. കുക്കറിൻ്റെ എയർ പോയതിന് ശേഷം വെന്ത മട്ടനിലേക്ക് മസാലക്കൂട്ട് ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ വേവിച്ചെടുക്കാം. രുചികരമായ മട്ടൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.